അറിയപ്പെടാം. PV അൻവർ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണമെടുത്ത് വാരി എറിഞ്ഞാണ് അദ്ദേഹം തിരഞ്ഞെടുപ്പുകളെ രണ്ടത്തിനെയും നേരിട്ടത്. അത്തരത്തിൽ ലാവിഷായി എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്ന PV അൻവറിന് ഈ LDFിൻ്റെ കൂടെ കൂടിയതിന് ശേഷം ദരിദ്രനാവേണ്ടി വന്ന ഒരവസ്ഥ. അപ്പോൾ ഈ PV അൻവറിൻ്റെ സമ്പത്തെല്ലാം എങ്ങോട്ട് പോയി? അതായത് PV അൻവർ എന്ന മുതലാളിയുടെ, അതായത് മുതലാളി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു വലിയ ധനാഠ്യ കുടുംബത്തിലെ അംഗം തന്നെയാണ്. നമ്മൾ ഈ മലപ്പുറത്ത് മലപ്പുറത്തൊക്കെ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കോഴിക്കോടെങ്കിലും പോയിട്ടുണ്ടാവും. അപ്പോൾ കോഴിക്കോട് മലപ്പുറത്തൊക്കെ നമ്മൾ പോകുമ്പോൾ ഈ തടിമില്ല് മുതലാളിമാരൊക്കെ ഒരുപാടുണ്ട്. തടിമില്ല് മുതലാളിമാർ ഇവർ നമ്മൾ കാണുമ്പോൾ അവിടെ സാധാരണ ആൾക്കാരുടെ കൂടെ തട്ടുകടയിൽ ചായ കുടിക്കാനും അവിടുത്തെ ഒരു ലോക്കലായിട്ടൊക്കെ ഇരിക്കുന്നത് കാണും. പക്ഷെ ഇവരുടെ കയ്യിലൊക്കെ ഒത്തിരി കാശുണ്ട്, പൂത്ത കാശായിരിക്കും. അവർക്ക് ലാളിത്യമുള്ള ആൾക്കാരാണ്. ഒരിക്കലും ഇവിടുത്തെ പോലെ 3 രൂപ കയ്യിൽ വെച്ചുകൊണ്ട് 30,000 ഉള്ള സ്റ്റൈലൊന്നും കാണിക്കില്ല. അല്ലെങ്കിൽ 3 കോടിയുടെ കാർ എടുത്തിട്ട് മാസം 7 ലക്ഷം രൂപ അടവടയ്ക്കുന്ന ആൾക്കാരൊന്നുമല്ല. അവരിൽ കാശ് ആവശ്യം പോലെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരാളാണ് അൻവർ മുതലാളി. അദ്ദേഹത്തിൻ്റെ അച്ഛൻ കോൺഗ്രസ് പാരമ്പര്യമുള്ള ഒരാളാണ്. അപ്പോൾ അൻവറിന് ഒരു സുപ്രഭാതത്തിൽ പൈസയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഒരു ജനനേതാവാകണമെന്നൊരു അംബിഷൻ, മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകും. അങ്ങനെ ഒരു എല്ലാവർക്കും ജനനേതാവാകണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് ആഗ്രഹം ഉണ്ടെന്ന് വെച്ചാൽ എനിക്കില്ല. മനുഷ്യനാണല്ലോ എന്ന് ഞാൻ ചോദിച്ചത് മറ്റൊന്നും കൊണ്ടല്ല. മനുഷ്യനാകുമ്പോൾ ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. അത് പ്രാവർത്തികമാക്കാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യും. അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അച്ഛന്റെ രാഷ്ട്രീയ പാരമ്പര്യം ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ചിലപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായതിൽ ഒരു തെറ്റുമില്ല. അപ്പോൾ അങ്ങനെ അദ്ദേഹം ആദ്യം പോകുന്നത് CPIയുടെ അടുത്ത് ഈ പറയുന്ന വയനാട് സീറ്റ് ലോക്സഭ ചോദിച്ചു. ആ കഥയൊക്കെ നമ്മൾ ഒരുപാട് തവണ ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ അത് കാശും കൊണ്ടാണ് അദ്ദേഹം പോകുന്നത്. പണമൊക്കെ തൂക്കി ചന്ദ്രപ്പൻ സഖാവിന്റെ അടുത്താണ് ചന്ദ്രപ്പൻ സഖാവ് ഉള്ളപ്പോഴാണ്. അപ്പോൾ ചന്ദ്രപ്പൻ സഖാവ് പറഞ്ഞു കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ചന്ദ്രപ്പൻ സഖാവിന്റെ ഒരു കാര്യം കൂടെ നമുക്ക് ഇതിൽ പറയേണ്ടി വരും. അതിപ്പോൾ ഇതിൽ വിഷയത്തിൽപ്പെട്ടതല്ല, CPIയുടെ ഒരു മഹാത്മ്യത്തെക്കുറിച്ച് പറയുന്നതാണ്. പന്നിൻ രവീന്ദ്രൻ പറഞ്ഞതാണ്. പന്നിൻ രവീന്ദ്രന് അദ്ദേഹത്തിൻ്റെ ഒരു വിദേശത്തെ സുഹൃത്ത് ഒരു സീക്കോ 5 വാച്ച് കൊടുത്തു. സീക്കോ 5 വാച്ചോ അതിൽ കൂടിയ ഏതോ ഒരു വാച്ചാണ്. ഈ വാച്ചൊക്കെ കിട്ടി MN സ്മാരകത്തിൽ ചന്ദ്രപ്പൻ സഖാവാണോ അതേ വെളിയിൽ ഭാർഗവം ഉള്ളപ്പോഴാണ്. അത് ഞാൻ CPIയുടെ മഹാത്മ്യത്തെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞോട്ടെ, അത് പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഈ വാച്ചൊക്കെ കിട്ടി. പിന്നെ പന്നിൻ സഖാവ് ഇങ്ങനെ ഒരിക്കലില്ലാത്ത കൈ ജസ്റ്ററൊക്കെ പൊക്കി കയ്യിലെ വാച്ചുള്ളതല്ലേ, സഖാവ് തന്നെ പറഞ്ഞതാ. അറിയാം ഇതൊക്കെ. ഇങ്ങനെ അറിയാതെ കൈ പൊക്കിയൊക്കെ ഓരോ പറഞ്ഞ വാച്ച് നോട്ട് ചെയ്തു. എന്നിട്ട് ഇദ്ദേഹം അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ആ രവീന്ദ്രന്റെ കൈ കിടക്കുന്ന വാച്ച് എവിടെ നിന്നാണോ? അങ്ങനെയൊക്കെ ഈ വാച്ചൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, അത് ആര് കൊടുത്തതാ? ഓരോട് പറയാം, ആ വാച്ചൊന്നും നമ്മുടെ പാർട്ടിക്കാർക്ക് പറ്റിയല്ല എന്നാണ്. അന്ന് അദ്ദേഹം ആ വാച്ച് ഊരി കൊടുത്തു. അതാണ് CPI. ആ CPIക്കാരുടെ അടുത്ത് ആദ്യം കാശ് കൊണ്ട് ചെല്ലുന്നു ബഹുമാനപ്പെട്ട അൻവർ. അവിടെ മുതൽ ഇങ്ങോട്ട് അൻവർ വരുന്നു. ഈ പറയുന്ന രീതിയിൽ ഇവിടെ നിലമ്പൂർ ഒരു ഇടതുപക്ഷം ജയിക്കേണ്ടത് CPMന്റെ ആവശ്യമല്ല. അതായത് CPMന് ആ സീറ്റ് കൊണ്ടുവരണം. മലപ്പുറത്ത് അവർക്ക് സീറ്റില്ല, അറിയാമല്ലോ. ഈ നിലമ്പൂർ സീറ്റിന്റെ അവസ്ഥ എല്ലാവർക്കും അറിയാമല്ലോ, എങ്ങനെയാണ് പോയതെന്നും എങ്ങനെയാണ് ഇതിന്റെ ചരിത്രമൊക്കെ എല്ലാവർക്കും അറിയാം. അങ്ങനെയാണ് അൻവറിന്റെ കാശ് ഒരു ആവശ്യത്തിന് ചെലവഴിച്ചിട്ടുണ്ട്. CPM ആവശ്യത്തിലധികവും ചെലവഴിച്ചിട്ടുണ്ട്. അതുപോലെ അവർ കൊടുത്തിട്ടുമുണ്ട് എന്നുള്ളത് അടിക്കുറിപ്പോടെ പറയേണ്ടതുമാണ്. കാര്യം ആ ഒരു കൂട്ടുകെട്ട് ബിസിനസ് പൊളിഞ്ഞപ്പോഴാണ് അൻവർ ഈ പറഞ്ഞ രീതിയിൽ ആ മുന്നണിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. ഇനി അദ്ദേഹത്തിന് ഈ പറയുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ആസ്തിയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ പറ്റും. അദ്ദേഹം ഇത്രയും പറഞ്ഞ് വെളിയിറങ്ങിയപ്പോഴും അൻവർ ഇതിനകത്തുനിന്ന് വെളിയിറങ്ങിയിട്ടും പിണറായി വിജയൻ വേണ്ട രീതിയിൽ ഇതുവരെ അദ്ദേഹത്തെ ദ്രോഹിച്ചിട്ടില്ല. പിണറായിയെ ഞാൻ അച്ഛൻ്റെ സ്ഥാനത്ത് കാണുന്നു എന്നൊരു വാക്ക് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ അച്ഛൻ മകനെ ഇതുവരെ സർക്കാർ നിയമങ്ങൾ ഉപയോഗിച്ച് ഇതുവരെ ദ്രോഹിച്ചിട്ടില്ല. പക്ഷേ ദ്രോഹിച്ചിട്ടില്ല എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യമൊക്കെ സത്യം പറഞ്ഞാൽ അടിച്ചു മാറ്റിയതല്ല പറയുന്നത്. എങ്ങനെയെന്നറിയോ? ഒരു പാർട്ടി സമ്മേളനം നടക്കും. നമ്മൾ തന്നെ ഇപ്പോൾ പറഞ്ഞു, എങ്ങനെ കൊല്ലത്ത് പരിപാടി നടന്നു. 5 കോടി രൂപയാണ് CPMന്റെ സംസ്ഥാന സമ്മേളനത്തിന് അവിടെ ചെലവായത്, അല്ലേ? 5 കോടി രൂപയാണ് ചെലവായി. ഈ അങ്ങനെയുള്ള ചെലവാക്കലിൽ ആത്മാർത്ഥത കൂടിയുണ്ട്. അൻവറിന്റെ മാത്രമല്ല അവർക്ക് കാലാകാലങ്ങളിൽ ഇതേ കൂട്ട് ആൾക്കാരെ കിട്ടും, ഊറ്റാൻ ആളെ കിട്ടും. ഇപ്പൊ ഞാൻ പറയട്ടെ തന്നെ, ഞാൻ പറഞ്ഞത് ഞാൻ മറ്റൊരു രീതി പറഞ്ഞു. അതായത് മഞ്ഞളാംകുഴി അലി ആരായിരുന്നു? മഞ്ഞളാംകുഴി അലി എന്ന് പറയുന്ന സിനിമാ നിർമ്മാതാവ് ഒരു ഘട്ടത്തിൽ CPMന് ഏറ്റവും വേണ്ടപ്പെട്ട ആളായിരുന്നു. അദ്ദേഹം പിണറായി അല്ലാതെ VSന് അഭിമതനായപ്പോഴാണ് അദ്ദേഹത്തിന് പാർട്ടി സ്വതന്ത്ര മങ്കടയിൽ നിന്ന് അദ്ദേഹം മാറുകയായിരുന്നു. മങ്കടയിൽ അദ്ദേഹം പിന്നീട് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായിരുന്നു. ഇപ്പൊ അദ്ദേഹം മുസ്ലിം ലീഗിന്റെ ആളാണ്. ഇനി പറഞ്ഞോളൂ. എന്തായാലും പിരിഞ്ഞ് ഈ പറയുന്ന അൻവറിന്റെ പണം നല്ല പോലെ CPM ഊറ്റിയിട്ടുണ്ട് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല.
ഈ തിരഞ്ഞെടുപ്പുകളിലൊക്കെയും പോയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ മാത്രമാണ്. അപ്പൊ അതിന് പാർട്ടിക്ക് പണം ഇറക്കേണ്ടി വന്നിട്ടുണ്ടാകാനുള്ള സാധ്യതയൊക്കെ കുറവാണ്. തീർച്ചയായിട്ടും. കാരണം കൂടെ നടക്കണവന് അപ്പപ്പ ചായ വാങ്ങിക്കൊടുക്കണം, അതും അൻവറിന്റെ പോക്കറ്റിൽ നിന്ന് പോയിട്ടുള്ളതാണ്. പാർട്ടിക്ക് അതിന് വേണ്ടിയിട്ട് ഒരു കാപ്പായി അത്രയ്ക്കുള്ള കണക്കൊന്നും അൻവർ നോക്കില്ല. അതായത് അൻവർ എന്ന മുതലാളി അതൊന്നും ശീലിച്ചിട്ടില്ല. ഇങ്ങനെ പോക്കറ്റിൽ നിന്ന് വാരി എറിഞ്ഞായിരിക്കും അവർക്കൊക്കെ ശീലം. അത് മാക്സിമം ഈ കൂടെയുള്ള ഇത്തിക്കണ്ണികളും മുതലാക്കി, പാർട്ടിയും മുതലാക്കി. അവസാനം ചണ്ടിയായപ്പോ വലിച്ചെറിഞ്ഞു. അതാണ് ചെയ്തത്. ഇപ്പോ ഈ പറയുന്ന അൻവറിന്റെ സ്വത്തുവകകളൊന്നും നമ്മൾ കേൾക്കേണ്ടതാ. PV അൻവറിന് ആകെ ആസ്തി 64.14 കോടിയാണ്. ആകെ ബാധ്യതകൾ 17.06 കോടിയാണ്. അപ്പോഴും എവിടെ കിടക്കുന്നു ആസ്തി എന്നുള്ളതുണ്ട്. ഈ അൻവറാണ് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം വിളിക്കുമ്പോ പറയുന്നത് എന്റെ കയ്യിൽ ഇനി 10 പൈ ഇല്ല എന്ന് പറയുന്നത്. വസ്തുക്കളായിരിക്കാം. പക്ഷെ അതായിരിക്കാം എന്ന് ഒരിക്കലും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടാവുന്ന ലിക്വിഡ് ക്യാഷ് ഉണ്ടാവും. അതൊന്നും അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതായത് ഞാനൊരു കാര്യം പറയട്ടെ, നമുക്കെല്ലാവർക്കും വീടുണ്ട്, നമുക്ക് വാഹനമുണ്ട്, ഇതെല്ലാം നമ്മുടെ ആസ്തിയാണ്. എൻ്റെ കയ്യിൽ ഒരു 10 രൂപ പോലും എടുക്കാൻ എൻ്റെ പോക്കറ്റിലില്ല. പിന്നെ എന്തിനീ ആസ്തിയുടെ കാര്യം പറയണം? എടോ അതൊന്നും ഒരു കാര്യമൊന്നും അല്ല. അതാ ഞാൻ പറഞ്ഞത്, ഇതുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ലിക്വിഡ് ക്യാഷിന് ലിക്വിഡ് ക്യാഷ് വേണം. ഇത് വൺസ് അപ്പോൺ എ ടൈം നമുക്ക് വിറ്റിട്ട് എന്റെ പ്രശ്നം തീർക്കാന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നമുക്ക് ഇന്നൊരാൾക്ക് കൊടുക്കാനുള്ള പൈസയാണെങ്കിൽ അത് ഇല്ല. അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. 64 കോടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ എല്ലാവരും ഇതെല്ലാം ഉണ്ടായിട്ട് പോലും അദ്ദേഹം ദരിദ്രനായി എന്നാണ് പറയുന്നത്. അദ്ദേഹം ഈ പാർട്ടിക്കൊക്കെ തീരെ കൊടുത്തു തന്നെ എല്ലാം കൊടുത്തിട്ടുണ്ട്. ബാങ്ക് ഡെപ്പോസിറ്റ്, ഓഹരികളും ബോണ്ടും വ്യക്തിഗത വായ്പകളും വാഹനങ്ങൾ, സ്വർണ്ണാഭരണങ്ങൾ എന്നിവയൊക്കെ കൂടിയാണ് 19.62 കോടി ഉണ്ടെന്നുള്ളത് സത്യവാങ്മൂലത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇതില് ഭാര്യമാരുടെയും ആശ്രിതരുടെയും പേരിൽ 1.04 കോടി രൂപ മതിപ്പുള്ള സ്വർണ്ണാഭരണം, പിന്നെ 26.95 ലക്ഷം രൂപയുടെ വാഹനങ്ങള്, വായ്പയായും അഡ്വാൻസ് ആയും നൽകിയ 3.90 കോടി രൂപ. ഈ കോടി മിക്കവാറും പോയേക്കണത് CPM പോക്കറ്റിലായി. സംശയിക്കേണ്ട കാര്യമില്ല. വായ്പയായി നൽകിയിരിക്കുന്നതാണ്. ഇതിനി ഗോവിന്ദയാണ്, വരച്ചാ മതിയാവും. ഇതിനകത്ത് നമ്മൾ ഒരു കാര്യം പറയാം. നമ്മൾ തുടക്കത്തിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞു, അതായത് UDF-ലേക്ക് അദ്ദേഹം പോകുന്നതിന് മുമ്പ് പിണറായി വിജയന്റെ തട്ടകത്തിൽ നിന്ന് LDF-ൽ നിന്ന് അദ്ദേഹം മാറി. അദ്ദേഹം ചെയ്തു കൊടുത്തൊരു വലിയ കാര്യമാണ്. കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന നിലമ്പൂർ പോലൊരു സീറ്റിൽ അവരുടെ കുഞ്ഞാലി ജയിച്ചതിന് ശേഷം ആരും ജയിച്ചിട്ടില്ല. അവിടെ CPM ജയിച്ചിട്ടില്ല. അവർ 2 തവണ അദ്ദേഹം ജയിച്ചു കൊടുത്തു. പിന്നെ ഈ പറയുന്ന രീതിയിൽ ഇവർ തള്ളി പറയുമ്പോൾ ഈ നാളിതുവരെ അദ്ദേഹം ചെയ്ത സാമ്പത്തിക കണക്കുകൾ ഇവരുടെ കയ്യിലുണ്ട്, ഈ പറയുന്ന CPM-നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഇതുവരെയും ദ്രോഹിക്കാത്തത്. പിണറായി വിജയൻ ചെറുവിരൽ ഉയർത്തി ശശിക്ക് കണക്ക് കൊടുത്ത്, ശശി അവനെ ഉള്ളേക്കുള്ള വകുപ്പൊക്കെ റെഡിയാക്കുക എന്ന് പറയുമ്പോൾ ശശിക്ക് ചിലപ്പോൾ എല്ലാം അറിയണമെന്നില്ല. ഗോവിന്ദൻ വഴി AK സെന്ററിൽ നിന്ന് കത്ത് വരും, അതെ ഇന്ന പാർട്ടി മീറ്റിങ്ങിന് കാശ് ചിലവാക്കിയത് ഇത്ര രൂപ PV അൻവർ, ഇന്ന പാർട്ടി മീറ്റിങ്ങിന് ഇന്ന യാത്ര പോയപ്പോൾ കാശ് ചിലവാക്കിയത് PV അൻവർ. ഇങ്ങനെ നോക്കുമ്പോൾ അൻവർ ലക്ഷങ്ങളോ കോടികളോ ഈ പാർട്ടിക്ക് ചിലവാക്കിയിട്ടുണ്ട്. പിണറായി ഇപ്പോഴും അധികം മിണ്ടാത്തത്. ഇല്ലെങ്കിൽ അൻവറിനെ പോലെ ഒരാളെ എന്നെ നിഷ്കരുണം തീർത്തേനെ. നിഷ്കരുണം തീർക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് ഒരു കാര്യം കൂടി ഇതിൽ ചോദിക്കേണ്ടി വരും. കാശില്ലാത്ത, അതായത് രാഹുൽ മാങ്കൂട്ട അടിച്ച ബ്ലണ്ടർ, അതും കൂടെ നമുക്ക് പറയണം. കാശ് കൊണ്ടുപോയത് CPM ആണ്, അൻവറിന്റെ. അപ്പൊ കാശില്ലാത്ത അൻവറിനെ UDF-ന് വേണ്ട എന്നതാണോ പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടം നിങ്ങൾ പറയുന്നത് എന്ന് സമൂഹം ചോദിക്കുന്നതിൽ തെറ്റുണ്ടോ? ഇപ്പൊ കാശ് പോയി കഴിഞ്ഞപ്പോ വേണ്ട എന്നാണ്. വേണ്ട, പൈസ ഇല്ലാത്തവനെ ഞങ്ങൾക്കും വേണ്ട. അപ്പൊ അതാണ് ഇതിന്റെ സാരാംശം. പിന്നെ ഒന്നുകൂടെ നമുക്ക് ഇതിൽ പറയാൻ പറ്റും. ഇദ്ദേഹത്തിനെ ഈ പറയുന്ന നമ്മുടെ TP ചന്ദ്രശേഖരന്റെ ഭാര്യയുടെ രമ അടങ്ങിയ പാർട്ടി ഉണ്ടല്ലോ, അവരുടെ RMP, ഈ RMP പാർട്ടിയെ നിർത്തുന്നത് പോലെ പോലും നിർത്താൻ താല്പര്യമില്ലാത്ത കോൺഗ്രസിനോട് ഒരു കാര്യം, ഒരു സീറ്റ് പോലും ജയിക്കാത്ത RSP ബോഷ്നേവ് എന്ന പാർട്ടി, ഈ ഷിബു ബേബി ജോൺ പറയുന്നതും ബാക്കിയുള്ളവർ പറയുന്നതും ഒക്കെ കേട്ട് കുന്തളിച്ചതിൽ സതീശന് തെറ്റ് പറ്റി എന്ന് ഒരിക്കൽ കൂടെ നമുക്ക് എടുത്തു പറയേണ്ടി വരും. തീർച്ചയായിട്ടും ഇത് AICCയുടെ മുന്നിൽ ഇതിനിപ്പം ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുന്ന യാതൊരു സ്കോപ്പും കാണുന്നില്ല. അയാളുടെ ആത്മവിശ്വാസം പകുതി ഇടിഞ്ഞു എന്നുള്ളത് അയാളുടെ ബോഡി ലാംഗ്വേജിൽ കാണാനുണ്ട്. ഒരു വേള ഈ പറയുന്ന സ്വരാജ് മത്സരിച്ചില്ലായിരുന്ന എന്നുണ്ടെങ്കിൽ ഈ ആര്യാടൻ ഷൗക്കത്ത് തന്നെ ആയിരുന്നേനെ ഇവരുടെ സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിൽ എനിക്കോ ഈ കേരള സമൂഹത്തിനോ അല്ലെങ്കിൽ നിങ്ങൾക്കോ നമുക്ക് ആർക്കും വേറൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അതാണ് ആര്യാടൻ ഷൗക്കത്ത്. അത് ഈ പറയുന്ന അൻവർ വിളിച്ചു പറഞ്ഞു പോയി. അവിടെ തെറ്റുപറ്റിയ അൻവർ.